ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ രണ്ടാമത്തെ രാശിയായ ഇടവം രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം. സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം, ശിക്ഷ, സ്നേഹബന്ധം, ദാമ്പത്യം, ഭാഗ്യം, ജോലി, ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും? വീഡിയോ കാണുക. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. ഇടവം രാശിയുടെ രാശി അധിപൻ ശുക്രനാണ്. കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകേരത്തിന്റെ 1, 2 പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ ഉൾപ്പെടുന്നത്. ആദ്യം ഈ മാസത്തെ ഗ്രഹനില നോക്കാം. ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ 6ാം ഭാവത്തിലാണ്. 3ാം ഭാവത്തിൽ ഉച്ചസ്ഥനായ വ്യാഴം നിൽക്കുന്നു. 4ാം ഭാവത്തിൽ സൂര്യൻ, കേതു, ബുധൻ എന്നിവയുടെ സാന്നിധ്യമുണ്ട്. 10ാം ഭാവത്തിൽ രാഹുവും 11ാം ഭാവത്തിൽ വക്രശനിയും നിൽക്കുന്നു. 7ര ശനി 2027 ജൂണിൽ ആരംഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മാസം പ്രയത്നത്തിലൂടെ നേട്ടം നേടുന്ന മാസം എന്ന് പറയാം. അവസരങ്ങൾ വരും, എന്നാൽ അവയെ ശരിയായി ഉപയോഗിക്കാൻ ക്ഷമയും ശ്രദ്ധയും ആവശ്യമായ മാസം. ഈ മാസം ഗ്രഹമാറ്റം ചെയ്യുന്ന ഗ്രഹങ്ങൾ 3 സെപ്റ്റംബറിന് ശുക്രനും, 7ാം തീയതി ബുധനും, 17-ന് സൂര്യനും, 19-ന് ചൊവ്വയുമാണ്. ഈ മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയെന്ന് നോക്കാം. പ്രത്യേകിച്ച് അമിതമായ ജോലി, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, ഭക്ഷണക്രമത്തിൽ അശ്രദ്ധ ഈ മാസം തീർച്ചയായും ഒഴിവാക്കുക. ദീർഘകാലമായി മാറ്റിവെച്ചിട്ടുള്ള പരിശോധനകളോ ചികിത്സകളോ ഉണ്ടെങ്കിൽ അവ ശ്രദ്ധിക്കുക. ഈ മാസം മനസ്സിൻ്റെ ആരോഗ്യമാണ് പ്രാധാന്യം. വിശ്രമത്തിലും ആഹാരത്തിലും കൂടുതൽ ശ്രദ്ധ വേണം. എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ മാസം പൊതുവെ നല്ലതാണ്. 3ാം ഭാവത്തിലെ ഉച്ചസ്ഥനായിട്ടുള്ള വ്യാഴം പഠനത്തിൽ ശ്രമിക്കാനുള്ള കഴിവും ആത്മവിശ്വാസവും വർദ്ധിക്കും. 3ാം ഭാവം ബുദ്ധിശക്തി മാത്രമല്ല, ശ്രമം, കമ്മ്യൂണിക്കേഷൻ, റൈറ്റിംഗ് സ്കിൽസ് എന്നിവയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം, ഹയർ സ്റ്റഡീസ്, സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നിവയ്ക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. 4ാം ഭാവത്തിലുള്ള ബുധൻ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നു. എന്നാൽ കേതു കൂടെയുണ്ട്, അതുകൊണ്ട് കോൺസെൻട്രേഷൻ കുറയുന്നതിനുള്ള സാഹചര്യം വരാം. അതിനാൽ മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, അൺനെസസറി ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് എന്നിവ തീർച്ചയായും നിയന്ത്രിക്കുക. ഹയർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമം തുടർന്നാൽ നല്ല ഫലം ലഭിക്കുന്നതിനുള്ള സാധ്യതയാണ് ഈ മാസം. സ്നേഹബന്ധം, പ്രണയബന്ധങ്ങളിൽ ഈ മാസം കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. ശുക്രൻ തന്നെയാണ് ഇടവം രാശിയുടെ അധിപനും പ്രണയകാര്യങ്ങളിൽ പ്രധാനപ്പെട്ട